ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നത് അല്ലേ? കാരണം ബ്രസീലിന്റെ ടീം അൻസലോട്ടി ഏറ്റെടുത്തു, അതുപോലെ തന്നെ സാബി അലോൺസ റിയൽ മാഡ്രിഡിലേക്ക് എത്തി. പക്ഷേ ഒരു കാര്യം മാത്രം നടന്നില്ല. ബ്രസീൽ ടീമിൽ അല്ലെങ്കിൽ അൻസലോട്ടി നിലവിലെടുത്ത സ്ക്വാഡിൽ നെയ്മറിന്റെ സാന്നിധ്യം ഇല്ല. നെയ്മർ ഇല്ല അല്ലേ? നെയ്മർ ഇല്ലാതെ ബ്രസീലിന്റെ കളി കാണാൻ ഒട്ടും രസം ഉണ്ടാവില്ല. നെയ്മറിന്റെ ആ ഒരു ഡ്രിബിളിങ്, ആ ഒരു സ്കിൽസ്, ആ ഒരു മിഡില് നെയ്മർ കളിക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു പ്ലേ മേക്കിംഗ് ശൈലികളൊന്നും ബ്രസീലിന്റെ കളി കാണുമ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ബ്രസീലിന്റെ കളി കാണാൻ ഒരു രസമില്ല. സോ നെയ്മർ ജൂനിയർ വീണ്ടും ബ്രസീലിന്റെ സ്ക്വാഡിലേക്ക് എത്തണം എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ആൻസലോട്ടി നെയ്മറിനെ നിലവിലെ സ്ക്വാഡിൽ നിന്ന് പുറത്താക്കിയത്, അല്ലെങ്കിൽ അൻസലോട്ടി നെയ്മറിനെ എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? അതിന് മെയിൻ കാരണം നോക്കുകയാണെങ്കിൽ ഒറ്റ കാരണം തന്നെയാണ്, റീസെന്റ് ആയിട്ടുള്ള നെയ്മറിന്റെ ഇഞ്ചുറി തന്നെയാണ് അതിന് മെയിൻ കാരണം. കാരണം അവസാനത്തെ 3 വർഷങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നെയ്മർ വളരെ കുറച്ച് കളികൾ മാത്രമേ അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ കുറച്ച് കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ അല്ലേ? അദ്ദേഹത്തിന്റെ പ്രീവിയസ് 2 സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 25 മാച്ചുകളാണ് അദ്ദേഹം 25 മാച്ചുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ 4 ഇന്റർനാഷണൽ മാച്ചുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. എത്രമാത്രം കുറഞ്ഞ മാച്ചുകളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നെയ്മറിനെ ഇത്രയും റീസെന്റ് ആയിട്ട് ഇഞ്ചുറി നടക്കുന്ന ഒരു പ്ലെയറിനെ ടീമിൽ എടുത്തു കഴിഞ്ഞാൽ ഇനിയും അത് ഒരുപാട് ബാഡ് എഫക്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ് അൻസലോട്ടി നെയ്മറിനെ അദ്ദേഹത്തിന്റെ നിലവിലെ സ്ക്വാഡിൽ എടുക്കാത്തത്. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ നെയ്മർ കളിക്കുകയാണെങ്കിൽ നെയ്മർ ചിലപ്പോൾ വീണ്ടും ബ്രസീൽ സ്ക്വാഡിൽ എത്താനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. കാരണം അൻസലോട്ടി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ പ്ലാനിൽ നെയ്മർ ജൂനിയർ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ക്വാഡിലേക്ക് എത്തിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ നെയ്മറിന്റെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഇഞ്ചുറികൾ കാരണമാണ് അൻസലോട്ടി അദ്ദേഹത്തെ മറ്റുള്ള രീതിയായി അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ചതെന്ന് പറയാം അല്ലേ? കാരണം നെയ്മർ ഇല്ലാതെ ഒരിക്കലും ബ്രസീലിന്റെ കളി ഒരു മജയില്ല, അല്ലെങ്കിൽ ഒരു വൈബില്ലാത്ത കളിയാണ് അല്ലേ? ശരിക്കും 2022 വേൾഡ് കപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊറേഷ്യക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ, കൊറേഷ്യക്കെതിരെ ബ്രസീലും കൊറേഷ്യയും കളിക്കുന്ന ക്വാർട്ടർ ഫൈനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ അടിക്കാത്ത എന്താ പറയാ 90 മിനിറ്റുകൾ. അതിനുശേഷം എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങുകയും ഫസ്റ്റ് എക്സ്ട്രാ ടൈമിലെ അവസാന മിനിറ്റിൽ നെയ്മർ ജൂനിയർ അദ്ദേഹം ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അദ്ദേഹം തന്നെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അദ്ദേഹം തന്നെ അത് ഗോളാക്കുന്നു. ആ ഗോളൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അല്ലേ? ഒരു 1 and only നെയ്മർ തന്നെ ക്രിയേറ്റ് ചെയ്ത് നെയ്മർ തന്നെ കിട്ടില്ല രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തൊരു ഗോൾ. ആ ഗോള് അടിച്ചതിന് ശേഷം ഇനിയൊരു 15 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ ബ്രസീലിന്റെ ടീമിന് പറ്റിയില്ല. അല്ലെങ്കിൽ എന്താ പറയാ 13 മിനിറ്റുകൾ പിടിച്ചു നിന്നു. അതിനുശേഷം വീണ്ടും 117ാമത്തെ മിനിറ്റിൽ വീണ്ടും ബ്രസീൽ ഗോൾ കൺസീഡ് ചെയ്യണം. അതിനുശേഷം പെനാൽറ്റിയിലേക്ക് പോയി. അങ്ങനെ പെനാൽറ്റിയിൽ നിന്ന് ബ്രസീൽ പരാജയപ്പെട്ടു അല്ലേ? ആ ഒരു സമയം ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ ബ്രസീലിന്റെ ബാക്ക് ലൈന് പറ്റിയില്ല. ആ ഒരു ഗോൾ ഒരിക്കലും മറക്കില്ല. ഒരു നെയ്മർ ഒരിക്കലും ക്രൊയേഷ്യന്റെ ബാക്ക് ലൈന് ഒരിക്കലും സമ്മതിക്കാത്ത ടൈമിൽ നെയ്മർ ഉണ്ടാക്കിയ ഒരു പ്ലേ മേക്ക് അത് ഇൻക്രെഡിബിൾ ആയിരുന്നു. ബ്രില്യൻസ് ഓഫ് നെയ്മർ ആയിരുന്നു അല്ലേ? അതാണ് പറഞ്ഞത്, നെയ്മർ ഇല്ലാതെ ബ്രസീലിന്റെ കളി കാണാൻ ഒട്ടും രസമില്ല. സോ നെയ്മർ തീർച്ചയായിട്ടും ഇഞ്ചുറികളിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവറി ആയതുകൊണ്ട് ബ്രസീലിന്റെ സ്ക്വാഡിൽ ഉടൻ തന്നെ വരണം. 2026 വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് ബ്രസീലിന്റെ സ്ക്വാഡിൽ നെയ്മർ ഉണ്ടായിരിക്കണം. കാരണം അൻസലോട്ടി എന്തുകൊണ്ടായിരിക്കും, ഞാൻ വിചാരിക്കുന്നത് അൻസലോട്ടി റീസെന്റ് ആയി നെയ്മറിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ എടുക്കാത്തത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അൻസലോട്ടിയുടെ പ്ലാനിൽ നെയ്മർ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മേ ബി ചാൻസസ് ഈസ് മോർ നെയ്മർ എന്തായാലും ബ്രസീൽ സ്ക്വാഡിൽ എത്താം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോസ് ബൈ. ഇറ്റ്സ് മീ സ്കോറേജ് മാൻ.